ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. നമുക്ക് ഗോൾഡ് ഈ മാസം ഓപ്പൺ ചെയ്തിട്ടും വളരെ ബുള്ളിഷിലേക്ക് തന്നെയാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതാണ്, പ്രൈസ് ഒരു 3380 മേൽ 1 അവറിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ബുള്ളിഷ്. അപ്പോൾ അവിടെ നിന്നൊരു പുൾ ബാക്ക് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാവുന്നതെന്ന് പറഞ്ഞതാണ്. പക്ഷേ അതേപോലെ തന്നെ മോർണിംഗ് പ്രൈസ് ബുള്ളിഷിലേക്ക് പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡിൻ്റെ ഈ ഒരു ചാർട്ട് നോക്കിയേ, നവംബർ 2022 നവംബർ മാസം മുതൽ പ്രൈസ് അന്ന് പ്രൈസ് എന്ന് വെച്ചാൽ ഒരു പൊസിഷൻ നോക്കി ഏകദേശം $1600 ആ ഒരു മൂവ്മെൻറ്റാണ് പ്രൈസ് മൂവ് ചെയ്ത്. ഈ ഹൈ ഒക്കെ ബോഡി ബ്രേക്ക് ചെയ്തതിന് ശേഷം നല്ലൊരു പുൾ ബാക്ക് പോലും തന്നിട്ടില്ല. പ്രൈസ് വളരെ ഫാസ്റ്റായിട്ട് അതിൻ്റെ ഇരട്ടീനേക്കാളും കൂടുതൽ 3400 ശരിക്കും നമുക്ക് ഡേയുടെ ക്യാൻഡിൽ നോക്കാം. തേഴ്സ്ഡേ മാർക്കറ്റ് പല ബാങ്കുകളും ഹോളിഡേ ആയിരുന്നു, പല സ്ഥലത്തും മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ഡേയുടെ ക്യാൻഡിലേക്ക് വരുമ്പോൾ അന്നും പ്രൈസ് ഒരു ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ പ്രൈസ് ഇന്ന് ഓപ്പൺ ചെയ്ത് തന്നെ ഒരു താഴേക്ക്, സാധാരണ ഒരു ബിയറിഷിലേക്ക് ഒരു ഓപ്പൺ ചെയ്യുമ്പോൾ പ്രൈസ് താഴേക്ക് മൂവ് ചെയ്യുമെങ്കിലും പ്രൈസ് വളരെ ഫാസ്റ്റായിട്ട് കയറി. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ചാർട്ടുകളിലും കറക്റ്റ് അല്ലായിരുന്നു, ഇതൊരു ഫില്ലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഓപ്പൺ ചെയ്ത പല ചാർട്ടുകളും നോക്കിയിട്ടുണ്ടെങ്കിൽ ബുള്ളിഷിൽ തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു ഹൈ എടുക്കാനുള്ള സാധ്യത ഞാൻ നോക്കിയപ്പോൾ വളരെ കൂടുതൽ തന്നെയായിരുന്നു. അതേപോലെ തന്നെ പ്രൈസ് ചെയ്തു. നമ്മൾ പറഞ്ഞിരുന്നത് വെച്ച് കഴിഞ്ഞാൽ 1 അവറിൻ്റെ ക്യാൻഡിൽ 180 മേളിൽ 380 മേളിൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രൈസ് എന്തായാലും ബുള്ളിഷിലേക്ക് പോവാം. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 385 അതുകൊണ്ട് തന്നെ ഇത് ആ ഒരു 385 തന്നെ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഈ ഒരു പുൾ ബാക്കിൽ നിങ്ങളൊരു ബൈ എടുത്തായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ടൊരു 5 മിനിറ്റിലൊക്കെ നോക്കുമ്പോൾ നല്ലൊരു കൺഫർമേഷൻ ഉണ്ട്. നമുക്കൊരു ലിക്വിഡിറ്റി ഒന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കൺഫർമേഷൻ ഉണ്ട്. അതൊരു ബ്രേക്ക് ഔട്ടാണ്. ബ്രേക്ക് ഔട്ടിൽ നമ്മൾ കയറി പറ്റുക എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഒരു മൂവ്മെൻറ്റിൽ തന്നെ ഏകദേശം ഒരു $20-25 മേൽ പ്രൈസ് മൂവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു $30 പ്രൈസ് മൂവ് ചെയ്തു. അതായത് 300 രൂപ പ്രൈസ് മൂവ് ചെയ്തു. നല്ലൊരു എൻട്രി തന്നെയായിരുന്നു, നല്ലൊരു സെറ്റപ്പ് തന്നെയായിരുന്നു. നമുക്ക് വീക്കിലേക്ക് നോക്കാം. വീക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പ്രൈസ് നല്ല ബുള്ളിഷിൽ തന്നെയാണ്. വീക്കിലൊന്നും പറയാനൊന്നുമില്ല. നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, പ്രൈസ് ഇപ്പോൾ ഈ ആഴ്ച ഓപ്പൺ ചെയ്തിട്ട് തന്നെ നല്ല ബുള്ളിഷാണ്. ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്ന കാര്യം എന്തുകൊണ്ടാണ് ഇത്രയും ബുള്ളിഷ്. ഗോൾഡ് ഇപ്പോൾ റെക്കോർഡാണ്, എല്ലാ വീക്കിലും പ്രൈസ് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ പ്രധാന കാരണങ്ങൾ നമ്മളെല്ലാം ന്യൂസിലൊക്കെ കേൾക്കുന്ന കാര്യം തന്നെ, അതായത് US ചൈന വ്യാപാര യുദ്ധം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല കമ്പനികളെയും, പല രാജ്യങ്ങളിലെ പല കമ്പനികളെയും ബാധിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ എല്ലാം എന്ത് ചെയ്യുന്നു, വിഡ്രോവൽ ചെയ്ത്, വലിയ ഇൻവെസ്റ്റേഴ്സ് വിഡ്രോവൽ ചെയ്ത് അവർ ഡയറക്റ്റ് കൊണ്ടുവന്ന് ഇപ്പോൾ വലിയ മൂവ്മെൻറ്റ് തന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഗോൾഡാണ്. അവർ ഗോൾഡിൽ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നതിൻ്റെ ഒരു മൂവ്മെൻറ്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ ഡോളർ ഇൻഡെക്സ് 3 വർഷത്തിൽ താഴ്ന്ന നിലയിലെത്തിയതും ഗോൾഡിൻ്റെ ബുള്ളിഷിൽ വരാൻ പറ്റി. അതേപോലെ തന്നെ പിന്നെ നമുക്ക് പറയാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻട്രൽ ബാങ്കുകളൊക്കെ ഒരുപാട്, അതായത് പല രാജ്യത്തിൻ്റെ സെൻട്രൽ ബാങ്കുകളൊക്കെ ഗോൾഡിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് നല്ല ബുള്ളിഷ് തന്നെയാണ് എന്നതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എല്ലാവരും ചിന്തിക്കുന്നത്, ഇവിടെ മുതൽ ബുള്ളിഷിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ചിന്തിക്കുന്നത് ഇത് ബിയറിഷിൽ വരാനുള്ള സാധ്യതയുണ്ടോ. ഞാൻ പലപ്പോഴും നമുക്കൊരു റേഞ്ച് കണ്ടിരുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ് ഒരു 3200 3400 വന്നു കഴിയുമ്പോൾ ഒരു പുൾ ബാക്ക് ഉണ്ടാവുമെന്ന്. ഞാനൊരു പുൾ ബാക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പുൾ ബാക്ക് പ്രതീക്ഷിക്കുന്നതിന് പല കാര്യങ്ങളുണ്ട്. ഇത്രയും നല്ല എക്സ്ട്രാ പ്രീമിയത്തിൽ നിൽക്കുന്നുണ്ട്, പുൾ ബാക്ക് ഉണ്ട്. പിന്നെ ഓൾറെഡി ഫണ്ടമെൻ്റൽ പരമായിട്ടും ന്യൂസ് പരമായിട്ടും ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുൾ ബാക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ പുൾ ബാക്ക് വരുമ്പോൾ വെറുതെ വരുമെന്നല്ല പറയുന്നത്, നമുക്കതിന് വ്യക്തമായിട്ടുള്ള കൺഫർമേഷൻ വേണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ പരമായിട്ട് വേണം. അല്ലാതെ ഞാൻ ഈ ഫണ്ടമെൻ്റൽ പരമായിട്ട് കേൾക്കുന്ന രീതിയിലൊന്നും എടുക്കില്ല. എന്തായാലും ഒരു പുൾ ബാക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഈ മാസമോ അല്ലെങ്കിൽ അടുത്ത മാസമായിട്ടൊക്കെ നമുക്ക് നല്ലൊരു പുൾ ബാക്ക് പ്രതീക്ഷിക്കാം. പുൾ ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു $200 മൂവ്മെൻറ്റ്സ് ഒന്നും അല്ല കേട്ടോ. മിനിമം ഒരു $500 മൂവ്മെൻറ്റ്സ് നമുക്ക് ഇവിടെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. മിനിമം ഇവിടം വരെയെങ്കിലും നമുക്ക് ഈ ഒരു പുൾ ബാക്ക് കിട്ടും. അവിടെ നിന്നായിരിക്കും പ്രൈസ് പിന്നെയും കയറുന്നത്. ആ ഒരു പുൾ ബാക്ക് കഴിഞ്ഞ ശേഷം പ്രൈസ് ഇതേപോലെ തന്നെ ഓൾ ടൈം ഹൈറ്റ് ചെയ്യുന്നതിലൊക്കെ ചെറിയൊരു വേരിയേഷൻ നമുക്ക് വരാം. എന്ന് വെച്ചാൽ അത്രയും വളരെ ഫാസ്റ്റായിട്ടൊന്നും പ്രൈസ് കയറിപ്പോകാനുള്ള സാധ്യതയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പുൾ ബാക്ക് വരുമ്പോൾ ടോട്ടലി വേൾഡിൽ എല്ലാ ആൾക്കാർക്കും തോന്നുന്നു ഇനി പ്രൈസ് തിരിച്ച് കയറിയാൽ ആ ഒരു പൊസിഷനിൽ വരുമ്പോഴത്തേക്കും നേരത്തെ കയറിയതുപോലെയൊന്നും വരില്ല. അപ്പോൾ ഈ ഒരു റേഞ്ചിലായിരിക്കും. നേരത്തെ പ്രൈസ് നമുക്ക് മന്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാം, പ്രൈസ് നേരത്തെ നിന്നേച്ചൊരു റേഞ്ച് ഉണ്ടായിരുന്നു. ആ റേഞ്ച് എത്ര വർഷം കൊണ്ടാണ് പ്രൈസ് ബ്രേക്ക് ചെയ്തതെന്ന് നോക്കിയേ. ഈ ഒരു പൊസിഷനിൽ പ്രൈസ് നമ്മൾ ഇപ്പം ഈ കാണുന്ന മൂവ്മെൻറ്റ് പോലെ തന്നെയാണ് ഈ ഒരു മൂവ്മെൻറ്റ് വന്ന് ഒരു 2000 1900 നിന്നൊക്കെ പ്രൈസ് ഒരു പുൾ ബാക്ക് എടുത്തതിന് ശേഷം ഏകദേശം
2011 വന്ന ഒരു ഹൈയ, അത് ഏകദേശം 2020 ഒരു 10 വർഷം എടുത്തു. ചിലപ്പോൾ അത്രയും വലുതൊന്നും ഉണ്ടായില്ല. വീണ്ടും നമുക്കൊരു 20 നിന്ന് ഒരു 24 ഏകദേശം ഒരു 3-4 വർഷം എടുത്തതുപോലെയൊക്കെ തന്നെയുള്ള ഒരു മൂവ്മെൻറ്റ്സ് നമുക്ക് ഇനി ഒരു പൊസിഷനിലേക്ക് കാണാം. പ്രൈസ് ഇവിടെ ഒന്ന് റെസിസ്റ്റൻസ് ചെയ്ത് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത് നല്ലൊരു സപ്പോർട്ട് ഒരു പൊസിഷനിലും നല്ലൊരു റെസിസ്റ്റൻസ് ഇതേപോലെ എടുത്തിട്ടായിരിക്കും പ്രൈസ് ഇനി കയറാൻ പോകുന്നത്. എന്തായാലും ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്കൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടിയ ഒരു പൊസിഷൻ തന്നെയായിരുന്നു ഈ ഒരു പൊസിഷൻ. അപ്പോഴും ഞാൻ പറയുന്ന ബൈ തന്നെയാണ്. സെല്ലിലേക്ക് നല്ല ടെക്നിക്കൽ പരമായിട്ടുള്ളൊരു സെറ്റപ്പ് കിട്ടണമെങ്കിൽ നമുക്കതിൽ കയറാം, എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്ക് ഇനിയിപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് ഇനി നല്ലൊരു എൻട്രി സെറ്റപ്പുകളുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 അവറിൻ്റെ ചാർട്ടിലേക്ക് വരാം. 1 അവറിൻ്റെ ഈ ഒരു പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബൈ എടുക്കാവുന്നതാണ്. 21 എങ്കിൽ മിനിമം ഒരു $30 അല്ലെങ്കിൽ ഒരു 60 വരെയൊക്കെ എന്തായാലും ഉറപ്പായിട്ടും പ്രൈസ് മൂവ് ചെയ്യും. നല്ലൊരു മൂവ്മെൻറ്റാണ്. അപ്പോൾ ഒരു ഈ ഒരു ബൈ നല്ല സെറ്റപ്പാണ്. 50 മിനിറ്റിൽ നിങ്ങൾക്ക് നല്ലൊരു ബൈ കിട്ടണമെങ്കിൽ അവിടെ കയറാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 50 മിനിറ്റ് ലോബി വരുന്നത് ഇവിടെയാണ്. അല്ല നമുക്ക് 50 മിനിറ്റിൻ്റെ ഇവിടുത്തെ ഒരു ഐഡിയം എടുത്തു ഒരു ഡിസിഷൻ ലോബിയിൽ വരികയാണെങ്കിൽ അവിടെ നിന്ന് എടുക്കുക, ഐഡിയമിൻ്റെ കയറാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന നമ്മളുടെ സെക്ഷൻ്റെ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ ആ ഒരു എൻട്രി നിങ്ങൾക്ക് കയറാവുന്നതാണ്. അതുമാത്രമല്ല ഇപ്പോൾ ഇനി ഒരു പൊസിഷനിൽ ഇനി എങ്ങനെയാണ് പ്രൈസ് ഇനിയും ബ്രേക്ക് ഔട്ട് വന്ന് പ്രൈസ് മുകളിലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3400 മേളിൽ 1 അവറിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഒരു പുൾ ബാക്ക് കിട്ടണമെങ്കിൽ അവിടെ കയറുക, ഒരു കൺഫർമേഷൻ എന്തെങ്കിലും ഒരു സിംഗിൾ ക്യാൻഡിലോ 5 മിനിറ്റ് സിംഗിൾ ക്യാൻഡിൽ ഒരു പുൾ ബാക്കിൽ നിന്ന് ഒരു 5 മിനിറ്റ് സിംഗിൾ ക്യാൻഡിലെങ്കിലും കിട്ടിയാൽ മതി, നിങ്ങൾക്ക് അവിടെ കയറാം. അവിടെ നിന്ന് നിങ്ങൾക്ക് പിന്നെ പോകുന്നത് പ്രൈസ് 3430 വരെ. 3430 എന്ന് പറഞ്ഞാൽ നമ്മൾ അണ്ടർലൈൻ ചെയ്തേക്കണ പോലെ തന്നെ 3430 വെക്കരുത്. 3010 കഴിഞ്ഞാൽ ഒരു 15, 12, 17, 20 വരെയൊക്കെ പോയിട്ട് പ്രൈസ് നല്ല പുൾ ബാക്ക് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ഒരു 3010 തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നെക്സ്റ്റ് ഒരു മൾട്ടിപ്പിൾ ട്രേഡായിട്ട് എടുക്കും. ഇപ്പോൾ എൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്റ്റുഡൻസിന് അറിയാവുന്നതാണ്. ഒരു പൊസിഷനിൽ നിന്ന് മിനിമം 2 ട്രേഡ് മുതൽ 4 ട്രേഡ് മാക്സിമം 4 ട്രേഡ് വരെ എടുക്കാറുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ടാർഗറ്റ് വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചൊരു TP എങ്കിലും അടിച്ചിട്ട് പ്രൈസ് വന്ന് ബ്രേക്ക് ഈവൻ അടിച്ച് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചൊരു പ്രോബ്ലം ഇല്ല. സ്റ്റോപ്പ് ലോസ് അടിച്ച് കഴിഞ്ഞാൽ ഓൾറെഡി പ്രോഫിറ്റിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇനിയുള്ള പൊസിഷൻസ് അതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 50 മിനിറ്റിൽ ഫസ്റ്റ് ഒരു പുൾ ബാക്ക് പ്രൈസ് ഈ ഒരു 50 മിനിറ്റിൽ വന്ന സമയത്ത് ഇവിടെ 50 മിനിറ്റിൽ നല്ലൊരു IFC ക്യാൻഡിൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് പ്രൈസ് വീണ്ടും ഈ ഒരു മൂവ്മെൻറ്റ്സ് വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ പുൾ ബാക്ക് ഒരു 5 മിനിറ്റിൽ വരികയാണെങ്കിൽ നമുക്കൊരു എന്തെങ്കിലുമൊക്കെ ഒരു സെറ്റപ്പായിട്ട് നമുക്ക് ആ പ്രൈസ് അവിടെ തരുന്നുണ്ട്. അപ്പോൾ ബൈ തന്നെയാണ്. സെല്ലിലേക്ക് ശക്തമായിട്ടുള്ള എന്തെങ്കിലും മഞ്ഞണെങ്കിൽ ഞാൻ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ഇടുന്നതാണ്. നമുക്കിന്ന് ഇന്നലേക്ക് ഈസ്റ്റർ ആയതുകൊണ്ടാണ് തിരക്കിൻ്റെ കാരണങ്ങൾ കൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് നമ്മുടെ വീക്ക്ലി അനാലിസിസ്. പിന്നെ വെറുതെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നല്ല രീതിയിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ പഠിച്ച് വ്യക്തമാക്കിയിട്ട് ഞാൻ ചെയ്യാറുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരാളൊരു ഡൗട്ട് ചോദിക്കണമെങ്കിൽ പോലും ഞാൻ ചാർട്ടിൽ വന്ന് എന്തെങ്കിലുമൊക്കെ സാധ്യതയുണ്ടോ എന്ന് നോക്കിയിട്ടേ പറയാറുള്ളൂ. അല്ലാതെ ഒന്നും ഞാൻ വെറുതെ ഒന്നും പറയാറില്ല. ഇപ്പോൾ പല ആൾക്കാരും ഞാൻ തിരക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉള്ള കാര്യം പറയും തിരക്കാണ്, അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വീക്ക്ലി അനാലിസിസ് വീഡിയോ കാണും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാറുള്ളൂ. അല്ലാതെ നമ്മളെടുത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു റീസൺ വെച്ചിട്ടൊന്നും ഞാനൊന്നും പറയാറില്ല. നല്ല രീതിയിൽ പഠിച്ച് എനിക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ പറയാറുള്ളൂ. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് എൻട്രീസ് ഞാൻ അടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഫോളോ ചെയ്യണമെങ്കിൽ നല്ല എൻട്രീസ് കിട്ടും. അതിലില്ലാത്ത സ്റ്റുഡൻസ് നമ്മുടെ മെൻറ്റർഷിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ആവുക. അതേപോലെ തന്നെ കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഉടനെ തന്നെ എന്നെയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വരാം. ബ്രിട്ടീഷ് പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം നല്ല ബുള്ളിഷാണ് അല്ലേ. കഴിഞ്ഞ മാസങ്ങളിലേക്കാളൊക്കെ നല്ല ബുള്ളിഷായിരുന്നു. ഇനി ഈ മന്തിൻ്റെ ഹൈ കണ്ടോ, ഈ റിയാക്ട് ചെയ്ത ഈ ഹൈ ബോഡി ബ്രേക്ക് ചെയ്യണമെങ്കിൽ പ്രൈസ് വീണ്ടും ബുള്ളിഷിലേക്ക് തന്നെ മൂവ് ചെയ്യാമെന്ന്. ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷ് പൗണ്ട് നല്ല ബുള്ളിഷാണ്. US ഡോളറിന് നെഗറ്റീവായിട്ട് ബാധിച്ചതല്ല, യൂറോയ്ക്കും ബ്രിട്ടീഷ് പൗണ്ടും ഓസ്ട്രേലിയൻ ഡോളറിനൊക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെ ബാധിച്ചു. അതുകൊണ്ട് ഇതെല്ലാം നല്ല ബുള്ളിഷിലാണ്. ഇപ്പോൾ നമുക്ക് ഈ വീക്കിൻ്റെ ഈ ഹൈയും ബോഡി ബ്രേക്ക് ചെയ്യണമെങ്കിൽ പ്രൈസ് ബുള്ളിഷാണ്. പക്ഷേ ഇവിടെ വീക്ക് ബ്രേക്കാണ് ഈ ആഴ്ച നടക്കണമെങ്കിൽ നല്ലൊരു പുൾ ബാക്ക് നിങ്ങൾക്ക് താഴേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഡേയിലേക്ക് വരാം. ത്രോട്ട് പെയിൻ ചെറുതായിട്ടുണ്ട്, അതുകൊണ്ടാണ് സംസാരിക്കുമ്പോൾ ഒരു ചെറിയൊരു പതർച്ച വരുന്നത്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. നമ്മളുടെ ഈ ഒരു ട്രേഡൊക്കെ ഫുൾ നമ്മൾ ഓൾറെഡി ഇവിടേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ടാർഗറ്റ് എടുത്തതാണ്. ഈ മൂവ്മെൻറ്റിൽ തന്നെ എൻ്റെ എല്ലാ ടാർഗറ്റും കഴിഞ്ഞതാണ്. ഈ ഒരു വലിയൊരു സിംഗ് ട്രേഡ് നമ്മൾ എടുത്തതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒന്നും നോക്കാറില്ല കേട്ടോ. പല ആൾക്കാർ എത്രയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഏകദേശം 34 ഉണ്ടായിരുന്നു അല്ലേ. നല്ലൊരു ട്രേഡായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയ ട്രേഡ് മാത്രമല്ല, ഇനി നമുക്ക് ഈ ഡെയിലി വന്നു കഴിഞ്ഞാൽ ഒരുപാട് മൾട്ടിപ്പിൾ ട്രേഡ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ ഒരു പൊസിഷൻ ട്രേഡ് കിട്ടി, ഈ ഒരു പൊസിഷനിൽ ട്രേഡ് കിട്ടി, ഇതിൻ്റെയൊക്കെ കണ്ടിന്യൂ ട്രേഡ് എല്ലാം ഡിസ്കൗണ്ട് ചെയ്ത് തന്നെ കിട്ടിയതുകൊണ്ട് നമുക്ക് ലോങ് ടൈം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ട്രേഡുകളായിരുന്നു.
അപ്പോൾ നമുക്ക് ഡെയിലി പ്രൈസ് നല്ല ബുള്ളിഷാണ്. ഇനി ഒരു പുൾ ബാക്ക് നമുക്ക് ഈ ഒരു നോക്കിയ ഈ ഒരു OB ഒരുപാട് ഓൾഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പ്രൈസ് റിയാക്ട് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ വരുമ്പോൾ പ്രൈസ് ബുള്ളിഷിലേക്ക് ചേഞ്ച് ഓഫ് കാറ്റ് വന്നേക്കണം. ഇത് ബ്രേക്ക് ചെയ്തു, ഇത് ആദ്യം ഒന്ന് റിയാക്ട് ചെയ്തു, ബ്രേക്ക് ചെയ്തു. പക്ഷേ ഇതിൽ നിന്നാണ് പ്രൈസ് പോയത്. ഇതിൽ നിന്ന് ഉറപ്പായിട്ടും പോകും. ഒന്നാമത്തെ കറൻസി ആയതുകൊണ്ട് ഈ ഒരു പൊസിഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു പുൾ ബാക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് നേരെ 4 ഹവറിലേക്ക് വരാം. 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്കിവിടെ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കാം. 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും 4 ഹവറിൻ്റെ എക്സ്ട്രീം OB ഈ ഒരു പൊസിഷനൊന്നും ഇല്ല, ഇതാണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ തന്നെ നിങ്ങൾ ട്രേഡ് നോക്കാവുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ബൈ നോക്കാം. ബൈ സാധ്യതയാണ്, നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. എവിടം വരെ ബൈ നോക്കാമെന്ന് വെച്ചാൽ ഏറ്റവും ഹയസ്റ്റ് പൊസിഷനും അതേപോലെ നമ്മൾ നേരത്തെ കണ്ട ഡേയുടെ ഈ ഒരു OBയിലേക്കൊക്കെ പ്രൈസ് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് 1 ഹവറിലേക്ക് വരാം. 1 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ്. 1 ഹവറിൻ്റെ OB ഉണ്ട്. ഇതിന്ന് ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്ത് താഴേക്ക് വരികയാണെങ്കിൽ വലിയ കൺഫർമേഷൻ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 1 ഹവറിൻ്റെ OBന്ന് ട്രേഡ് നോക്കാവുന്നതാണ്. ബൈ തന്നെയാണ്. ഞാൻ പറഞ്ഞത് സെല്ല് നമുക്ക് ഈ ഡേയുടെ ഒരു പൊസിഷനിൽ നിന്നായിരിക്കും സെല്ല് വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പോൾ നമുക്ക് നേരെ യൂറോ USDയിലേക്ക് വരാം. ഓൾറെഡി കറൻസികളെല്ലാം തന്നെ നല്ല ബുള്ളിഷാണ്. അപ്പോൾ നല്ല ബുള്ളിഷിൽ പോയിക്കൊണ്ടിരിക്കുന്ന യൂറോ USDക്കൊക്കെ നല്ല മൈലേജ് കിട്ടിയിട്ടുണ്ട് ആ ഒരു മൂവ്മെൻറ്റ് അല്ലേ. നല്ലൊരു ബുള്ളിഷ്. ശരിക്കും പ്രൈസ് താഴേക്ക് വീണ് കൊണ്ടിരിക്കുകയാണ്. വീണ്ടും $1 താഴേക്ക് വരാനുള്ള സാധ്യത പ്രതീക്ഷിച്ച് പല ആൾക്കാരും, വമ്പൻ ട്രേഡേഴ്സ് പല ആൾക്കാരും ലോങ് ടൈം സ്വിംഗ് ട്രേഡൊക്കെ മാസങ്ങളോളം എടുത്തു വെച്ചാണ്. പക്ഷേ അവരുടെ എല്ലാം ബ്രേക്ക് ഈവനൊക്കെ അടിച്ച് പല ട്വീറ്റുകളും കണ്ടായിരുന്നു. ഉള്ള കാര്യമാണ്. പ്രൈസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ട്രംപ് കയറിയതോടെ ഒരുപാട് മൂവ്മെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ യൂറോ USDക്കൊക്കെ ഭയങ്കരമായിട്ടും ഗുണം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ബുള്ളിഷിൽ തന്നെയാണ്. ഈ മാസം എക്സ്ട്രാ ബുള്ളിഷാണ് നമ്മൾ ബ്രിട്ടീഷ് പൗണ്ടിൽ കണ്ടതുപോലെ തന്നെ. നമുക്ക് ഇവിടെ നിന്നൊരു പുൾ ബാക്ക് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു സെല്ലാണ്. നിങ്ങൾക്ക് ലോങ് ടൈം നോക്കാൻ പറ്റുന്ന ഒരു സെല്ലായിരിക്കും ആ ഒരു പൊസിഷൻ. നമുക്ക് വീക്കിലേക്ക് വരാം. വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഹൈ ബോഡി ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് ബോഡി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് നല്ല ബുള്ളിഷിൽ തന്നെ ആയിരിക്കും. അപ്പോൾ വീക്ക് 2 ആഴ്ചയായിട്ട് പ്രൈസ് നല്ല ബുള്ളിഷിൽ തന്നെ. അപ്പോൾ നോക്കിയേ, അതിനുശേഷം നമുക്ക് ഡേയിലേക്ക് വരികയാണെങ്കിൽ ഡേയിൽ ഒരു എക്സ്ട്രീം OBന്ന് പ്രൈസ് മൂവ് ചെയ്തു, ആ ഹൈ ഒക്കെ ടാർഗറ്റ് അടിച്ചു. നെക്സ്റ്റ് നമുക്കിവിടെ 4 ഹവർ ഡേയിൽ വേറെ ഒന്നും കാണുന്നില്ല. നേരെ 4 ഹവറിലേക്ക് പോവാം. 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാലും 4 ഹവറിൽ ഇവിടെയാണ് പ്രൈസ് ഒരു എക്സ്ട്രീം OB ഉള്ളത്. പക്ഷേ ഇവിടെ അതിന് മുമ്പായിട്ട് 4 ഹവറിൻ്റെ ഐഡിയം എടുത്തിട്ടും 4 ഹവറിൻ്റെ ഡിസിഷൻ OB എന്നൊക്കെ നിങ്ങൾക്ക് ബൈ നോക്കാവുന്നതാണ്. 1 ഹവറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1 ഹവറിലും പ്രൈസ് ബുള്ളിഷിൽ തന്നെയാണ്. 1 ഹവറിൻ്റെ ഐഡിയം എടുക്കുമ്പോഴും ഇത് 1 ഹവറിൻ്റെ എക്സ്ട്രീം OB ആണ്. 1 ഹവറിൻ്റെ ഡിസിഷൻ OB എന്നും നിങ്ങൾക്ക് ബൈ നോക്കാവുന്നതാണ്. അപ്പോൾ പ്രൈസ് നല്ല ബുള്ളിഷിൽ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് നല്ലൊരു സെറ്റപ്പിലൊക്കെ നിങ്ങളുടേതായിട്ടുള്ള നല്ലൊരു കൺഫർമേഷൻ സെല്ലിലേക്ക് കിട്ടുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് വരാം. നമുക്ക് മന്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 മാസം ബ്രിട്ടീഷ് പൗണ്ടിലും യൂറോയിലും കണ്ട മൂവ്മെൻറ്റ്സ് അല്ല അതിന് മുമ്പത്തെ 2 മാസം. അതിനുശേഷം ഈ മാസം ആ ഒരു മൂവ്മെൻ്റ് അല്ല, ബുള്ളിഷാണ് ഈ 3 ക്യാൻഡിൽ. പക്ഷേ നോക്കിയാൽ ആ ഒരു റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ഇപ്പോഴാണ്. ആ ഒരു റേഞ്ചിൽ തന്നെ പറയും താഴേക്കും പോയി ഇതിൻ്റെ ലിക്വിഡിറ്റി എടുത്തു, ഇതിൻ്റെ ഹൈൻ്റെ ലിക്വിഡിറ്റി എടുത്തു അല്ലേ. ഭയങ്കര ഒരു ബൂസ്റ്റിംഗ് ഒന്നും ശരിക്കും പറഞ്ഞാൽ ഓസ്ട്രേലിയൻ ഡോളറിന് കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മന്തിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്, ഈ പൊസിഷൻ വളരെ പെട്ടെന്നൊന്നും പ്രൈസ് ബ്രേക്ക് ചെയ്യില്ല. ആ പൊസിഷനിൽ വന്നിട്ടാണ് പ്രൈസ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വീക്കിലേക്ക് വന്നു കഴിഞ്ഞാലും പ്രൈസ് വീക്കിൽ ഇപ്പോൾ നമ്മൾ ഈ ലോയിൽ നിന്ന് ഇൻറ്റേർണൽ ഐഡിയം എടുത്തിട്ടുണ്ട്. ഇൻറ്റേർണൽ ഐഡിയം എടുത്ത് ഇനിയും പ്രൈസ് തന്നെയാണെങ്കിൽ ഈ വിക്കോബി അല്ലെങ്കിൽ ഈ എക്സ്ട്രീമോ, പക്ഷെ അത്രയൊന്നും വരില്ല. അതിന് മുമ്പ് തന്നെ പ്രൈസ് താഴേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് സെല്ലും നോക്കാവുന്നതാണ്. മറ്റുള്ള കറൻസി പോലെ അല്ല നിങ്ങൾക്ക് ഇവിടെ സെല്ല് നോക്കാം. പക്ഷേ ഈ ഒരു വിക്കോബിയിൽ നിന്ന് ഞാൻ സെല്ല് നല്ല രീതി പ്രതീക്ഷിച്ച, പക്ഷേ ഇന്ന് മോർണിംഗ് അതെല്ലാം പ്രൈസ് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്ത് നിൽക്കണേ. പക്ഷേ ഇപ്പോഴും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്തെങ്കിലും നല്ലൊരു കൺഫർമേഷൻ സെല്ലിലേക്ക് കിട്ടണമെങ്കിൽ എടുക്കാം. ഇന്നത്തെ ക്യാൻഡിൽ ഈ ഒരു OB വിക്ക് ബ്രേക്കാണ് നടത്തിയേക്കണമെങ്കിൽ ഇത് ആക്റ്റീവാണ്. നല്ലൊരു പുൾ ബാക്ക് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ സെല്ല് എടുക്കണമെങ്കിൽ. അപ്പോൾ നമുക്ക് നോക്കണമെങ്കിൽ 4 ഹവറിൽ ഓൾറെഡി പ്രൈസ് ബുള്ളിഷ് ചേഞ്ച് ഓഫ് കാറ്റ് വന്നിട്ടുണ്ട്. നമുക്കൊരു എക്സ്ട്രീം OB ഒക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഓർഡർ ഫ്ലോ ആയിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കൊരു 1 ഹവറിലേക്ക് മാറാം. 1 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാൽ
പ്രൈസ് ശരിക്കും 1 ഹവറിൽ എക്സ്ട്രീം ഹോബി ഇതാണ്. 1 ഹവറിൻ്റെ ഐഡിയം എടുക്കുമ്പോഴും 4 ഹവറിൻ്റെ ഐഡിയം എടുക്കുമ്പോഴും അതിലേക്ക് ഡിസിഷൻ ഹോബി എന്തെങ്കിലും കിട്ടണമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ബൈ നോക്കാവുന്നതാണ്. അതേപോലെ സെല്ലിലേക്ക് ഒരു സാധ്യത കിട്ടണമെങ്കിൽ നിങ്ങൾ സെല്ലിലേക്ക് നോക്കും. ഇപ്പോൾ 1 ഹവറിൽ എന്താണ് സെല്ലിലേക്ക് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈ ഉണ്ടാക്കിയിരിക്കുന്ന ക്യാൻഡിൽ ഇവിടെ ബോഡി ബ്രേക്കാൻ നടത്തണമെങ്കിൽ ഏകദേശം ഇനി 48 മിനിറ്റ് ഉണ്ട്. ഇവിടെ ബോഡി ബ്രേക്കാൻ നടത്തിയേക്കണമെങ്കിൽ ഇവിടെ സെല്ല് പ്രൈസ് മൂവ് ചെയ്യും. നമുക്കതിനൊരു 50 മിനിറ്റിലേക്ക് പ്രൈസ് ഒന്ന് നോക്കാം. 50 മിനിറ്റിലേക്ക് നോക്കിക്കഴിയുമ്പോൾ 50 മിനിറ്റിലൊരു IFC ക്യാൻഡിൽ ഉണ്ട്. നമുക്കിവിടെ ചോക്ക് തന്നിട്ടുണ്ട്. ഇനി ചോക്ക് വിത്ത് ഐഡിയം എന്തെങ്കിലും തരികയാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് സെല്ല് നോക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇത്രമേ പറയാനുള്ളൂ. പ്രൈസൊക്കെ എല്ലാം നല്ല ബുള്ളിഷാണ്. ഗോൾഡിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ പരമാവധി ബൈ നോക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. അതേപോലെ പുൾ ബാക്ക് എന്തെങ്കിലും നല്ല രീതി വരുമെന്ന് ഉറപ്പ് വരുന്നതാണെങ്കിൽ ഞാൻ എന്തായാലും നമ്മളുടെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പ് ഞാനൊരു 3400 പ്രതീക്ഷിച്ചതാണ് ഇവിടെ നിന്ന് പ്രൈസ് താഴേക്ക് വരാം എന്നുള്ളത്. പക്ഷേ അതിന് മുമ്പ് ഒരു $200 ഒരു പുൾ ബാക്ക് ഇടക്ക് വന്നത് കൊണ്ട് മാത്രമാണ് പ്രൈസ് വീണ്ടും പക്ഷേ ആ വന്നൊരു മൂവ്മെൻറ്റ് ഒരു ചെറിയ രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ആണ്. അല്ലെങ്കിൽ 3-4 ദിവസം കൊണ്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടാണ് പ്രൈസ് ഈ മൂവ്മെൻറ്റ് തന്നിരുന്നെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഇറങ്ങിയാണ്. പക്ഷേ പ്രൈസ് തന്നില്ല. നല്ലൊരു ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് തിരിച്ച് കയറി ഈ മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ആ ഒരു ഓർഡർ ബ്ലോക്കുകളെല്ലാം ക്ലിയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇവിടുന്ന് പ്രൈസ് കയറിപ്പോയത്. ഇനി പ്രൈസ് വീഴുമ്പോഴത്തേക്കും ആ ഹൈ പെട്ടെന്നൊന്നും പ്രൈസ് ബ്രേക്ക് ചെയ്യാൻ സാധ്യതയില്ല. നല്ലൊരു റേഞ്ചിലേക്കൊക്കെ നിൽക്കാം. അപ്പോൾ ബൈയിലേക്കുള്ള സാധ്യതകൾ മാത്രം ഇപ്പോൾ നോക്കുക. സെല്ലിലേക്കുള്ള സാധ്യതകൾ അത്രയും ശക്തമായിട്ടുള്ള കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ മാത്രം എടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.